പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരുന്ന ജൂൺ 19-ാം തീയതി നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന അതിനിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ LDF-നും പ്രത്യേകിച്ച് CPM-നും കനത്ത ഒരു പ്രഹരമേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തേണ്ട ഒരു സുപ്രധാന വിഷയം നിലമ്പൂരിലെ വോട്ടർമാരുടെ മുമ്പിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, നിലമ്പൂരിൽ ഇതിനകം തന്നെ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ജനവിരുദ്ധ നയങ്ങൾ, CPM-ൻ്റെ ജനവിരുദ്ധ നിലപാടുകൾ, ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ഇതിനകം തന്നെ നിലമ്പൂരിൽ വ്യാപകമായിട്ടുള്ള ചർച്ചയായി കഴിഞ്ഞു. അതിനി വരുന്ന ദിവസങ്ങളിൽ അത് കൂടുതൽ പ്രചണ്ഡമായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ നിലമ്പൂരിലെ ജനങ്ങൾ, നിലമ്പൂരിലെ വോട്ടർമാർ, അവർ ഒരു വിഷയത്തിൽ ഗവൺമെൻറ്റിനെതിരെയും CPM-നെതിരെയും ഈ തെരഞ്ഞെടുപ്പിൽ കണക്ക് തീർക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ വിഷയം നിലമ്പൂരിലെ വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അത് 2024 എനിക്ക് തോന്നുന്നൊരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഞാൻ തീയതി ഓർമ്മയില്ല, കണ്ണൂരിൽ ADM ആയിരുന്ന നവീൻ ബാബു എന്ന് പറഞ്ഞ സത്യസന്ധനും സൽഗുണ സമ്പന്നനുമായ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൊല ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് വീഡിയോയിലൂടെ നിലമ്പൂരിലെ വോട്ടർമാരോട് പറയാനുള്ളത്, നിക്ഷിപ്ത താല്പര്യക്കാരും സ്വാർത്ഥ താല്പര്യക്കാരും പച്ചയ്ക്ക് കൊന്നു കൊലവിളിച്ച ആ നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിന്, പച്ചയായ കൊലപാതകത്തിന്, ബ്രൂട്ടൽ, ഇംഗ്ലീഷ് പറഞ്ഞാൽ ബ്രൂട്ടൽ മർഡറിന് CPM-നോട് നിലമ്പൂരിലെ വോട്ടർമാർ, അവരേത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമാകട്ടെ, അവർ കണക്കു തീർക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പല അവസരത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിനെ ബാധിച്ച ഒരു വിഷയമാണ് ഈ നവീൻ ബാബു വിഷയം. ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ 1800 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ഞാൻ ചെയ്തത് ചിലപ്പം ഈ നവീൻ ബാബു വിഷയത്തിലായിരിക്കും എന്നാണ് എൻ്റെ ഓർമ്മ. നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഡിവിഷൻ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. എന്തിന്? തൻ്റെ ഭർത്താവിൻ്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നും അതുകൊണ്ട് അതിൽ CBI അന്വേഷണം വേണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു. സിംഗിൾ ബെഞ്ച് അത് നീചമായി അത് തള്ളിക്കളഞ്ഞു, ആവശ്യം തള്ളിക്കളഞ്ഞു. അത് കൗസർ എടപ്പകത്ത് എന്ന് പറഞ്ഞൊരു ന്യായാധിപനാണ് തള്ളിക്കളഞ്ഞത്. അതിനെ തുടർന്ന് മഞ്ജുഷ ഹൈക്കോടതിയുടെ സിംഗിൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ പോയി. PB സുരേഷ് കുമാറും ജോസി സെബാസ്റ്റ്യനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ പോയി. ഡിവിഷൻ ബെഞ്ചും അത് നീചമായി തള്ളിക്കളഞ്ഞു. അതിനെ തുടർന്ന് മഞ്ജുഷ സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ഒരു മലയാളി ന്യായാധിപനും കൂടെ അടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് ആ കേസ് കേൾക്കുക പോലും ചെയ്യാൻ തയ്യാറാവാതെ പ്രാഥമികമായിട്ട് അത് കേട്ടപ്പോൾ തന്നെ ആ കേസ് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു. സുഹൃത്തുക്കളെ, അപ്പം നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ പോകുമ്പോൾ, നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ മഞ്ജുഷ ചെന്നപ്പോൾ എല്ലാ കോടതികളും, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി എല്ലാം ആ കേസ് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അപ്പം പൊതുവിൽ നമ്മൾ നോക്കിയാൽ നിയമവ്യവസ്ഥ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം തള്ളിക്കളഞ്ഞു. ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ തള്ളിക്കളഞ്ഞു. ഇനി നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു CBI അന്വേഷണം ഉണ്ടാവില്ല. പക്ഷെ അന്ന് ഞാൻ ചെയ്തൊരു വീഡിയോ ഞാൻ ഓർക്കുന്നു. ഞാൻ അന്ന് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ഇത് ഹൈക്കോടതി ഇത് തള്ളിക്കളഞ്ഞെങ്കിലും ജനകീയ കോടതിയിൽ ഈ കേസ് ഇനി വിചാരണ ചെയ്യപ്പെടും. ഇനി ഒരു കോടതിയും കൂടിയുണ്ട്, അത് ജനകീയ കോടതിയാണ്, അവിടെ ഇത് വിചാരണ ചെയ്യപ്പെടുമെന്നും അവിടെ മഞ്ജുഷ വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു. സുഹൃത്തുക്കളെ, എനിക്ക് ആ പശ്ചാത്തലത്തിലാണ് നിലമ്പൂരിലെ വോട്ടർമാരോട്
നവീൻ ബാബുവിൻ്റെ വിഷയവും കൂടി നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്നെനിക്ക് സൂചിപ്പിക്കാറുള്ളൂ. സുഹൃത്തുക്കളെ, ഒരു സംശയവുമില്ല, നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല. എനിക്കൊരു സംശയവും അക്കാര്യത്തിലില്ല. നവീൻ ബാബു പച്ചയായി കൊല്ലപ്പെട്ടതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അതിൻ്റെ കാരണം എൻ്റെ ബോധ്യമല്ല. ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വിശദമായി ആഴത്തിൽ ഞാൻ പഠിച്ചതാണ്. അതിൻ്റെ രേഖകളെല്ലാം പരിശോധിച്ചപ്പോൾ നവീൻ ബാബു കൊല്ലപ്പെട്ടതാണ് എന്ന് എനിക്ക് ഒരു പരിപൂർണ ബോധ്യമാണ്. ഞാനൊരു അഭിഭാഷകനും കൂടിയാണ്. ആ അർത്ഥത്തിൽ കൂടി പരിശോധിച്ചപ്പോഴും നവീൻ ബാബു കൊല്ലപ്പെട്ടതാണ് എന്ന് എനിക്ക് വളരെ വളരെ വ്യക്തമായി. അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. കാരണം ഞാൻ ഒരുപാട് എൻ്റെ വീഡിയോകളിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നവീൻ ബാബുവിനെ പോസ്റ്റ്മോർട്ടം ചെയ്തതിനകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വിഷയങ്ങൾ നവീൻ ബാബു കൊല്ലപ്പെട്ടതാണെന്നുള്ളതിന് നമ്മുടെ മുന്നിലുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നിയമവ്യവസ്ഥ, നമ്മുടെ ഹൈക്കോടതി, നമ്മുടെ സുപ്രീം കോടതി ആ വശത്തേക്കൊന്നും നോക്കാൻ തയ്യാറായതേയില്ല. അവർ കണ്ണടച്ച് നിന്നു, അവർ ചെവി അടച്ച് നിന്നു, അവർ ചിന്തിക്കാതിരുന്നു. 3 കുരങ്ങന്മാരെ പോലിരുന്നു കോടതി. എന്നിട്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ കോടതിയിൽ കൊണ്ടുപോയിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം അവർ വളരെ നീചമായും നിഷ്ഠൂരമായും തള്ളിക്കളഞ്ഞു, എടുത്ത് വലിച്ചെറിഞ്ഞു ആ സംഭവങ്ങൾ. കേരളത്തിലെ ഭരണകൂടത്തോടുള്ള വിധേയത്വം കൊണ്ടാണ് എന്നുള്ള ആരോപണം ഞാൻ ഉന്നയിക്കുകയാണ്. പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് അന്വേഷിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചു ഹൈക്കോടതി. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ തൻ്റെ ഭർത്താവിൻ്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്നുള്ളതിന് ഒട്ടനവധി തെളിവുകൾ, ഡസൻ കണക്കിന് തെളിവുകൾ കോടതിയുടെ മുന്നിൽ വെച്ചിട്ടും കോടതിയിലെ ന്യായാധിപന്മാർ അതൊന്നും പരിഗണിക്കാൻ അവർ തയ്യാറായില്ല. അവർ ചെന്ന പാടെ തന്നെ എടുത്ത് വലിച്ചെറിഞ്ഞു. സുപ്രീം കോടതിയിലേക്കും ന്യായാധിപന്മാരും വലിച്ചെറിഞ്ഞു. പക്ഷെ എനിക്ക് നിലമ്പൂരിലെ വോട്ടർമാരോട് പറയാനുള്ളത്, ഇതൊരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തിൻ്റെ പുറകിൽ നിന്നത് CPM-ൻ്റെ കണ്ണൂർ ജില്ലയിലെ നിക്ഷിപ്ത താല്പര്യക്കാരും സ്വാർത്ഥ താല്പര്യക്കാരുമായിട്ടുള്ള നേതാക്കന്മാരാണ്. എനിക്ക് നിലമ്പൂരിലെ വോട്ടർമാരോട് പറയാനുള്ളത്, നവീൻ ബാബു സൽഗുണ സമ്പന്നനും സത്യസന്ധനുമായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നവീൻ ബാബു സത്യസന്ധനും സൽഗുണ സമ്പന്നനുമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഞാനതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഡെപ്യൂട്ടി തഹസിൽദാരായി റിട്ടയർ ചെയ്ത ചമ്പക്കുളം സ്വദേശി ആറിൽച്ചിറ AM ആന്റണി, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അത് കേരളത്തിലെ ന്യായാധിപന്മാർ നവീൻ ബാബുവിൻ്റെ വിഷയം എടുത്ത് വലിച്ചെറിഞ്ഞ ന്യായാധിപന്മാരെന്ന് കേൾക്കേണ്ടതാണ് സംഭവം. 26 വർഷവും 16 ദിവസവും സർവീസ് ഉണ്ടായിരുന്ന ആറിഞ്ചിറ AM ആന്റണി വിരമിച്ച ദിവസം അയാൾ നവീൻ ബാബുവിനോട് ആദരവ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തനിക്ക് യാത്രയപ്പ് പോലും വേണ്ട എന്ന് AM ആന്റണി പറഞ്ഞു. അതൊരു സിംബോളിക് ആയിട്ടുള്ളൊരു പ്രതിഷേധമാണ്, ഒരു പ്രതിരോധമാണ്. ആന്റണി ഈ നവീൻ ബാബുവിന് കീഴിൽ ജോലി ചെയ്തതാണ്. ആന്റണിക്ക് അറിയാവുന്നതാണ് നവീൻ ബാബുവിന്. ആന്റണി തനിക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ടിയിരുന്ന യാത്രയപ്പ് ചടങ്ങ് പോലും വേണ്ടെന്ന് വെച്ച് അയാളുടെ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആന്റണി എന്നെ വിളിച്ചിരുന്നു ഇന്നലെ. ആന്റണി എന്നോട് പറഞ്ഞു, സാർ എനിക്കൊരു രാഷ്ട്രീയവും ഇല്ല, പക്ഷെ എനിക്ക് നവീൻ ബാബുവിനെ അറിയാം. നവീൻ ബാബു എത്ര സൽഗുണ സമ്പന്നനും സത്യസന്ധനുമായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ യാത്രയപ്പ് പോലും വേണ്ട എന്നുള്ളതൊരു പ്രതിഷേധമായി പറഞ്ഞത്. ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് പോലും ഞാനത് പറഞ്ഞിരുന്നില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഗദ്ഗത കണ്ഠനായിപ്പോയത് കേട്ടപ്പോൾ. അപ്പം അതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് നവീൻ ബാബു സത്യസന്ധനായിരുന്നു. നവീൻ ബാബു ഈ അനധികൃതമായിട്ടുള്ള ഒരു നിലപാടുകൾക്കും കൂട്ടുനിൽക്കുന്ന ആളായിരുന്നില്ല. ആ നവീൻ ബാബുവിനെ കൊന്നതാണ് സ്വാർത്ഥ താല്പര്യക്കാർ. നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊന്നതാണ്. ഒട്ടേറെ തെളിവുകൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കോടതികൾക്ക് മുന്നിൽ. പക്ഷേ ന്യായാധിപന്മാർ അതിനൊന്നും വില കൊടുത്തില്ല. പക്ഷെ എനിക്ക് നിലമ്പൂരിലെ വോട്ടർമാരോട് പറയാനുള്ളത്, ന്യായാധിപന്മാർ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞ ആ വിഷയം നിങ്ങൾ ചവറ്റുകൊട്ടയിൽ നിന്ന് തിരിച്ചെടുക്കണം എന്നാണ് എനിക്ക് നിലമ്പൂരിലെ വോട്ടർമാരോട് പറയാൻ. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇടതുപക്ഷത്തിനെതിരെയും CPM-നെതിരെയും വിധി എഴുതാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി നവീൻ ബാബുവിൻ്റെ മരണം മാറണം. നവീൻ ബാബുവിനെ കൊല ചെയ്തവർക്കെതിരെ പക തീർക്കാനുള്ള, നവീൻ ബാബുവിനെ കൊല ചെയ്ത നിക്ഷിപ്ത സ്വാർത്ഥ താല്പര്യക്കാരായിട്ടുള്ള CPM നേതാക്കന്മാർക്കെതിരെ കണക്ക് തീർക്കാനുള്ള ഒരവസരമായി ആ വിഷയവും കൂടി നിലമ്പൂരിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ളവരുടെ മനസ്സിൽ 19-ാം തീയതി ഈ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നവീൻ ബാബുവിൻ്റെ വിഷയം ഇന്ത്യയിലെയും കേരളത്തിലെയും നിയമവ്യവസ്ഥ എടുത്ത് ചവറ്റുകുട്ടയിൽ കളഞ്ഞെങ്കിൽ
ജനകീയ കോടതിയിൽ നവീൻ ബാബു വിജയിക്കും എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ചുമതലയും നിലമ്പൂരിലെ വോട്ടർമാർക്കുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഗവൺമെന്റിനെതിരെയും CPM-നെതിരെയും വിധി എഴുതുമ്പോൾ നവീൻ ബാബുവിനെ കൊന്നവർക്കെതിരായിട്ടുള്ള കണക്ക് തീർക്കൽ കൂടിയായി ആ സമ്മതിദാനാവകാശം മാറണം, അതിനെ മാറ്റണം എന്നാണ് എനിക്ക് നിലമ്പൂരിലുള്ള പ്രിയ സമ്മതിദായകരോട്, അവരേത് രാഷ്ട്രീയ പാർട്ടികളുള്ളവരോട്, അവരോട് എനിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്.